മനു, എടാ വിനു, മക്കളെ പോയി കിടന്നോളൂ. നിങ്ങളുടെ ഈ അപ്പനുണ്ടല്ലോ, വർത്താനം പറഞ്ഞാൽ പിന്നെ നേരം വെളുക്കും വരെ പറയും. കുട്ടികൾ ഷൈനിയും ഷീനയും ഭക്ഷണം കഴിച്ച് നേരത്തെ അവരവരുടെ ബെഡ്റൂമിലേക്ക് പോയി. വിനു, മനു, നിങ്ങളും പോയിക്കോടാ. ഇന്ന് ഇരട്ടകളായ തൻ്റെ ആൺമക്കളുടെ കല്യാണമായിരുന്നു. ഇരട്ട പെൺകുട്ടികളെ തന്നെയാണ് അവർക്ക് മരുമകളായി കിട്ടിയത്. അത്താഴം കഴിഞ്ഞ് അവരുടെ ഭാര്യമാർ ബെഡ്റൂമിലേക്ക് പോയി. ബാലേട്ടൻ ഇപ്പോഴും മക്കളോട് വർത്താനം പറഞ്ഞ് ചിരിച്ച് കളിച്ച് വെറുതെ സമയം കളഞ്ഞിരിക്കുകയാണ്. ഇന്ന് അവരുടെ ആദ്യ രാത്രി കൂടിയാണല്ലോ. ഈ സമയത്തും അത് മനസ്സിലാക്കാതെ ബാലേട്ടൻ ചുമ്മാ വർത്താനം പറഞ്ഞ് കുട്ടികളെ ബോറടിപ്പിക്കുന്നത് കണ്ടപ്പോഴാണ് അമ്മയായ ഗൗതമി ഇടപെട്ടത്. ഹോ, ആശ്വാസം. അമ്മ വന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ തങ്ങളുടെ ആദ്യ രാത്രി ഈ അച്ഛൻ കുളമാക്കിയനെ. താങ്ക്സ് അമ്മേ എന്ന് രണ്ടുപേരും അച്ഛൻ കേൾക്കാതെ അമ്മയോട് പറഞ്ഞു. പുഞ്ചിരിച്ചുകൊണ്ട് അച്ഛനോട് ഗുഡ് നൈറ്റ് പറഞ്ഞ് ഇരുവരും സ്റ്റെയർകേഴ്സ് കയറി മുകളിലോട്ട് പോയി. ഇതിനിടെ വിനുവിൻ്റെ ഫോൺ റിംഗ് ആയപ്പോൾ അവൻ അതെടുത്ത് മുകളിൽ ഹാളിൻ്റെ ജനലിൽ പോയി ആകാശം നോക്കിക്കൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. മനു ഇതിനിടെ ബെഡ്റൂമിലേക്ക് കയറി. അവൻ്റെ പെണ്ണ് അവിടെ അവൾ കൊണ്ടുവന്ന ബാഗിലുള്ള ഡ്രസ്സൊക്കെ എടുത്ത് അലമാരയിൽ അടുക്കി വെക്കുകയായിരുന്നു. മനു പിറകിൽ ചെന്ന് പോയി കെട്ടിപ്പിടിച്ചു. അവൾ പേടിച്ച് തിരിഞ്ഞു നോക്കിയപ്പോൾ ആ ചുണ്ടിൽ അവൻ പ്രേമ ചുംബനം നൽകി. അപ്പോഴാണ് അവൾ അവനെ ശ്രദ്ധിച്ചത്. അയ്യോ, ഇത് മനു അല്ലേ? വിനു അല്ലല്ലോ. അയ്യോ, ഇത് ഞാൻ വിനുവിൻ്റെ ഭാര്യയാണ്. നിങ്ങൾ കാള് മാറി. അപ്പുറത്തെ ബെഡ്റൂമിലാണ് അവളുള്ളത്. അങ്ങോട്ട് പോ. നാശം എന്നും പറഞ്ഞ് അവൾ മനുവിനെ തള്ളി മാറ്റി. മനുവിൻ്റെ ചെകിട്ടത്ത് നോക്കി അവൾ കൈ വീശി ആഞ്ഞൊരടിയും വെച്ചു കൊടുത്തു. മനുവിൻ്റെ കരണം പുകഞ്ഞുപോയി. സോറി, ഐ എം സോറി. മനുവിനെ അബദ്ധം പിടഞ്ഞെന്ന് മനസ്സിലായി. അവൻ വേഗം വാതിൽ തുറന്ന് പുറത്തേക്ക് കടന്ന് തൻ്റെ ബെഡ്റൂമിലേക്ക് പോയി. ഈ സമയം അത്രയും വിനു ജനാലയിൽ നിന്ന് ഫോണിൽ സംസാരിക്കുകയായിരുന്നു. അടി കൊണ്ട ചെകിടും തടവിക്കൊണ്ട് മനു വന്ന ഉടനെ അകത്ത് കയറി ധൃതിയിൽ പേടിച്ചെന്ന പോലെ വാതിലടയ്ക്കുന്നത് കണ്ട് അവൻ്റെ ഭാര്യ ഷൈനി ഞെട്ടിത്തിരിഞ്ഞ് ചോദിച്ചു, എന്താണ് മനു ഇങ്ങനെ പേടിച്ചതുപോലെ? എന്തുപറ്റി? ഇനി ഇതിൽ കൂടുതൽ എന്ത് പറ്റാനാ എടീ ഷൈനി? ഞാൻ ബെഡ്റൂം മാറിക്കയറി നീയാണെന്ന് കരുതി വിനുവിൻ്റെ ഭാര്യയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് പോയി. അത് കേട്ട് മനുവിൻ്റെ ഭാര്യ ഞെട്ടി. അപ്പോൾ വിനു ഉണ്ടായില്ലേ അവിടെ? അവൾ കലിപ്പോട് ചോദിച്ചു. അവൻ ഹോളിൻ്റെ ജനാലയിൽ നിന്നും ഫോൺ ചെയ്യുകയായിരുന്നു. സോറി, ക്ഷമിക്കടി, അറിയാതെ പറ്റിപ്പോയതായിരുന്നു. അവൾ മനുവിൻ്റെ മറ്റേ ചെകിട്ടത്ത് ആഞ്ഞൊരടി വെച്ചു കൊടുത്തു. ഇത് നിങ്ങളുടെ സ്ഥിരം പരിപാടിയാണല്ലോ. അവിടുന്ന് കിട്ടിക്കാണുമല്ലോ ഇതുപോലെ ഒരടി. കിട്ടി. അടി കൊണ്ട് രണ്ട് കവിളും മാറി മാറി തലോടി അവൻ കൊച്ചു കുഞ്ഞിനെ പോലെ തല കുനിച്ചു മൂളി. അന്നും നിങ്ങൾ ഇത് തന്നെയല്ലേ ചെയ്തത്? മനുവിൻ്റെ ഭാര്യ അന്നത്തെ ആ സംഭവം ഓർത്തെടുത്തു. തൻ്റെ ബോയ് ഫ്രണ്ട് മനു താനാണെന്ന് കരുതി തൻ്റെ ചേച്ചിയുടെ ചുണ്ട് കടിച്ചു പൊട്ടിച്ചിരുന്നു. ആലോചിച്ചപ്പോൾ തൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. അവനെക്കുറിച്ച് ചേച്ചിക്കൊരു സൂചന പോലും നൽകാൻ തനിക്കായില്ലല്ലോ. ചേച്ചി പറയുന്നത് അവൻ ഉമ്മ വെക്കാൻ ശ്രമിച്ചപ്പോൾ തല വെട്ടിച്ചു മാറ്റവേ അവൻ്റെ ചിരവ പോലെയുള്ള പല്ല് ചുണ്ടിൽ കൊണ്ട് മുറിഞ്ഞതാണെന്നാണ്. ഷൈനിക്കറിയാം അവൻ്റെ പല്ല് മുത്തുപോലെ മനോഹരമാണ്. ആ പല്ല് കാട്ടിയുള്ള അവൻ്റെ ചിരിയാണ് അവൻ്റെ മാസ്റ്റർ പീസ്. ചേച്ചിയുടെ ചുണ്ടിൽ അവൻ്റെ പല്ല് കൊണ്ടിട്ടുണ്ട് എന്നത് സത്യമാണ്. ചേച്ചി, ഞാൻ കുറച്ച് ലോഷൻ പുരട്ടിത്തട്ടെ? എന്തോന്ന് വായിലോ ലോഷൻ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. എന്താ സംഭവിച്ചതെന്ന് തെളിച്ചു പറയൂ ചേച്ചി. അത് കേട്ട് വേണം നിനക്ക് കോൾമയർ കൊല്ലാൻ, അല്ലേ? ഹേയ്, ഒരിക്കലും അല്ല. ഒരു ഏകദേശ രൂപം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതൊക്കെ വിശദമായിട്ട് ഞാൻ പിന്നെ പറഞ്ഞു തരുന്നുണ്ട്. എന്തായാലും ഇങ്ങനൊരു ബോയ് ഫ്രണ്ട് കുറ്റി നിനക്കുള്ള കാര്യം നീ പറഞ്ഞില്ലല്ലോ. എങ്കിൽ അവൻ്റെ ചലനങ്ങളെ ഒരു കരുതലോടെ സമീപിക്കാമായിരുന്നു. നിനക്ക് അവനോട് എന്താ പ്രേമമാണോ? ഷോ ചേച്ചി, അങ്ങനെയൊന്നുമില്ല. ചെറിയൊരു ഫ്രണ്ട്ഷിപ്പ്, അത്രേ ഉള്ളൂ. ചെറിയൊരു ഫ്രണ്ട്ഷിപ്പോ? കൊള്ളാം. അതവൻ്റെ അപ്രോച്ച് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ചെറിയ ബന്ധമൊന്നും അല്ല നീയും അവനും തമ്മിൽ. കാണിച്ചു കൊടുക്കുന്നുണ്ട് നാളെ ഞാൻ അവനെ. ചേച്ചി നല്ല കലിപ്പിലാണ്. ഇപ്പോൾ ഒന്നും കേൾക്കില്ല. ഷൈനി മൗനം പൂണ്ടു നിന്നു. ഷൈനി, സത്യം പറയും, നിനക്ക് അവനോട് പ്രേമുണ്ടോ ഇല്ലയോ? എൻ്റെ ഷീന ചേച്ചി, ഇല്ല. സത്യം തന്നെ പറയണം. കാരണം ഞാൻ നാളെ അമ്മാതിരി ബ്രേക്കപ്പ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൽ അവൻ്റെ പ്രേമം ഒലിച്ചു പോകുവേ. പിന്നെ ജന്മത്തിൽ അവൻ നിൻ്റെ അടുത്ത് വരില്ല. ഷോ, അങ്ങനെയൊന്നും വേണ്ട ചേച്ചി. അപ്പം പ്രേമം ഉണ്ടല്ലേ? ഷീന കണ്ണുരുട്ടി ചോദിച്ചപ്പോൾ ഷൈനി തല കുനിച്ചു. സത്യത്തിൽ അവനും നിന്നോടുള്ളത് പ്രേമം തന്നെയാണോ? അതല്ലേ ചേച്ചിക്ക് ഇന്ന് സ്കൂളിൽ വെച്ച് ചുണ്ടത്ത് കിട്ടിയത്? കിട്ടിയത് നിർത്തുന്നുണ്ടോ ഷൈനി? നോക്കൂ, ഇരട്ടകളായ നമ്മൾ തമ്മിൽ 5 മിനിറ്റ് പ്രായ വ്യത്യാസമുള്ളൂ. എങ്കിലും ഉള്ള കുറച്ച് അറിവ് വെച്ച് പറയുക. ഇതൊക്കെ പ്രേമമല്ല, മുതലെടുപ്പാണ്. ഇതിനൊക്കെ നിന്ന് കൊടുക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ചേച്ചി ഇന്ന് നിന്നു കൊടുത്തതോ? ചേച്ചിക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റിയോ?
അവൾ എടുത്തടിച്ചതുപോലെ ചോദിച്ചു. ഞാൻ ആസ്വദിച്ച് നിന്നു കൊടുത്തതാണ് എന്നാണോ നീ കരുതുന്നത്? എടി പൊട്ടി കഴുതെ പൊട്ടി, നീ തന്നെ വേണം എന്നോടിങ്ങനെ പറയാൻ. 2-3 വർഷം മുമ്പ് ഒന്നിച്ച് SSLC ഫൈനൽ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കെ അവസാന പരീക്ഷയുടെ അന്ന് രാവിലെ നീ വീണ് നിലത്ത് കൈ ഒടിച്ചു വെച്ചില്ലേ? അത് കാരണം പഠിപ്പിസ്റ്റായി നിനക്ക് SSLC ആ വർഷം തോൽക്കേണ്ടി വന്നില്ലേ? പിന്നെ സപ്ലിമെൻ്ററി എക്സാം വേണ്ടി വന്നില്ലേ വീണ്ടും ജയിക്കാൻ? അത് കാരണം നീ 1 വർഷം പാഴാക്കി. ഇപ്പോഴോ നീ +2 അവസാന പരീക്ഷ അവസാനത്തെ 2 എക്സാമിന് ബാക്കി നിൽക്കെ ഇന്ന് രാവിലെ വീണ്ടും ബാത്റൂമിൽ വീണ് കാലൊടിച്ചു വെച്ചിരിക്കുന്നു. നിന്നെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നതിനിടയിൽ അച്ഛനും അമ്മയും നിന്റെ ID ടാഗും ഹാൾ ടിക്കറ്റും സ്കൂൾ ബാഗും തന്നിട്ട് എന്നെ നിന്റെ വട്ടക്കണ്ണടയും സ്കൂൾ യൂണിഫോമും ഇടിച്ച് നീ എഴുതേണ്ട എക്സാമിന് തള്ളി വിടുകയായിരുന്നില്ലേ? പൊതുവേ ധൈര്യവതി എന്ന് വിളമ്പുന്ന ഞാൻ പേടിച്ചാണെങ്കിലും കൂടുതൽ ആരെയും കോണ്ടാക്ട് ചെയ്യാതെ പരിചയമുള്ള സ്കൂളിൽ നിന്നും എങ്ങനെയെങ്കിലും എക്സാം എഴുതി വരാ എന്ന് കരുതിയല്ലേ ഈ സാഹസത്തിന് മുതിർന്നത്. അതിനിടയിൽ അവളുടെ ഒരു ഓഞ്ഞ പ്രേമവും തൂക്കിപ്പിടിച്ച ബോയ് ഫ്രണ്ട് മുന്നിൽ വന്ന് പെട്ടത്. അവനുമായി ഉടക്കിയാൽ ഞാൻ നീ അല്ലെന്ന് അവൻ മനസ്സിലാക്കിയാൽ അവൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ആൾ മാറാട്ടം വലിയ കുറ്റമാണ്, നിനക്കറിയാലോ ഇന്നത്തെ സാമൂഹിക സാഹചര്യം. എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി എന്നെ തിരിച്ചറിഞ്ഞാൽ പിന്നെ എക്സാം എഴുതാൻ പോയാൽ എനിക്ക് മാത്രമല്ല നിനക്ക് നമ്മുടെ കുടുംബത്തിന് മൊത്തം പ്രശ്നമാവുമല്ലോ. അപ്പോൾ അവൻ്റെ ആക്ടിവിറ്റിക്കെതിരെ പ്രതികരിച്ചാൽ ഈ പ്രയത്നമൊക്കെ വെറുതെ ആവില്ലേ? ശരി സോറി ചേച്ചി, റിയലി സോറി. ഷൈനി ക്ഷമാപണം നടത്തി. അവന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. അത് മോൾ അറിയണ്ട, അതൊക്കെ ഞാൻ നാളെ ശരിയാക്കുന്നുണ്ട്, ഷീന ഉള്ളിൽ പറഞ്ഞു. അപ്പോഴേക്കും പപ്പ ഷൈനിക്കുള്ള ക്രച്ചസുമായി എത്തി. മമ്മി അടുക്കളയിൽ നിന്ന് വന്നു. ഷീന മോൾ ഷൈനിയുടെ എക്സാം എഴുതി കഴിഞ്ഞ് നേരത്തെ വന്നോ? മമ്മി അത്ഭുതത്തോടെ ചോദിച്ചു. മമ്മിക്ക് അത്ഭുതമായിരുന്നു. ഇത്രയും വലിയൊരു യുദ്ധത്തിന് പോയിട്ട് കുറേ സമയം വീട്ടിലിങ്ങനെ ഷൈനിയോട് മാത്രം സംസാരിച്ച് നിന്ന് സമയം കളഞ്ഞതിൽ എക്സാം എഴുതി വിജയിച്ചു വന്ന ത്രില്ലിനേക്കാളും ഷൈനിയുടെ പേഴ്സണൽ മാറ്ററാണല്ലോ തൻ്റെ ഉള്ളിൽ മുഴുവൻ. പരീക്ഷ എഴുതാൻ പോയതിനെക്കുറിച്ച് ഒരു ഫുൾ പിക്ചർ നൽകേണ്ടതാണ് സാധാരണഗതിയിൽ. ഇവിടെ ചുണ്ടു മുറിഞ്ഞതിനാൽ അതിൻ്റെ വിശദീകരണം ചോദിച്ചാൽ ഷൈനി കുറെ കൂടി അപഹാസ്യയാകും. 10-15 മിനിറ്റായി മമ്മി, ബാത്റൂമിൽ പോയിരിക്കുകയായിരുന്നു ചേച്ചി. അതിന് മറുപടി പറയാൻ ചേച്ചി ചുണ്ടു പൊട്ടിയത് കാരണം അമ്മ അറിയാതിരിക്കാൻ പാടുപെടുന്നത് കണ്ടപ്പോൾ ഷൈനി വേഗം കയറി പറഞ്ഞു. എക്സാം നന്നായി എഴുതാൻ പറ്റിയിരുന്നു മോളെ. തൻ്റെ വായിൽ നിന്നും കേൾക്കാതെ ഏതെങ്കിലും ഒരമ്മ അടങ്ങിയിരിക്കുമോ? അമ്മയുടെ അടുത്ത ചോദ്യം വന്നു. ഇനി മറുപടി പറഞ്ഞേ പറ്റൂ. അവൾ ചുണ്ടിനെ കൈകൊണ്ട് മറച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു. കഴിഞ്ഞ വർഷം പഠിച്ചതല്ലേ മമ്മി, അതുകൊണ്ട് എനിക്ക് നന്നായി എഴുതാൻ പറ്റി. ആരെങ്കിലും തിരിച്ചറിഞ്ഞോ? എങ്കിൽ ഞാനിപ്പോൾ ലോക്കപ്പിലുണ്ടായനെ എന്ന് പറഞ്ഞ് അവൾ ചിരിച്ചു. തൻ്റെ ചുണ്ട് കാണാതിരിക്കാൻ അവൾ പല്ലിനുള്ളിലേക്ക് ചുണ്ട് കയറ്റി വെച്ചു. അപ്പോൾ പപ്പയുടെ പ്ലാൻ സക്സസ് അല്ലേ മക്കളെ? പപ്പ വന്ന് ഷീനയ്ക്ക് അഭിനന്ദനം അറിയിച്ചു. നാളെ ഒരെണ്ണം കൂടി എഴുതി കിട്ടിയാൽ രക്ഷപ്പെട്ടു അല്ലേ? പപ്പ ആശ്വസിച്ചു. പിറ്റേന്ന് രാവിലെയും ഷൈനിയുടെ സ്കൂൾ വേഷമണിഞ്ഞ് പരീക്ഷ എഴുതാൻ ബസ്സിൽ പുറപ്പെട്ടു. ഷീനയും ഷൈനിയും അത്രയ്ക്കും രൂപസാദൃശ്യമുള്ള പെൺകുട്ടികളാണ്. വൈകി എക്സാം ഹാളിൽ കയറി വേഗം പുറപ്പെടാമെന്ന തന്ത്രം തന്നെയാണ് ഇപ്രാവശ്യവും ഷീന ഉദ്ദേശിക്കുന്നത്. സ്കൂൾ ഗേറ്റിലെത്തിയതും മനു റെഡിയായി സ്കൂൾ ഗേറ്റിന് മുന്നിൽ തന്നെ നിൽക്കുന്നത് കണ്ടു. പതിവ് പോലെ ഷൈനി വെയിറ്റ് ചെയ്യുന്നതാണ്. ഷീനയെ കണ്ടതും അവളുടെ കൈ പിടിച്ച് എന്നും ഇരിക്കാറുള്ള ക്യാമ്പസിലെ ആ സിമൻറ്റ് ബെഞ്ചിലേക്ക് കൊണ്ടുപോയി. ഈ കാലമാടൻ വേറെ പണിയൊന്നുമില്ലേ അവൾ വിചാരിച്ചു. അവൾ അവിടെ ഇരുത്തി അവനും ചേർന്നിരുന്നു. ഇവൻ എന്തിനാ ഇങ്ങനെ ചേർന്നിരിക്കുന്നത്? ഇന്നലെ രാത്രിയിലും ബസ്സിൽ വെച്ചും നോക്കിയ പാഠഭാഗങ്ങൾ ഷീന ഷൈനിയുടെ വട്ട കണ്ണടയിലൂടെ ഒന്നുകൂടി നോക്കി വായിക്കുന്നത് പോലെ സമയം കളയാം. പഠിച്ചു തീർന്നില്ലേ ഷൈനി? മനു ചോദിച്ചു. തീർന്നു. ഷൈനി ഇന്നലെ എന്താണ് താൻ മുഖം വെട്ടിച്ച് കളഞ്ഞത്? ആ സ്റ്റെയർകേഴ്സിൻ്റെ ലാൻഡിൽ വെച്ച്. മനു ഇന്നലത്തെ സംഭവത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്. എന്തെങ്കിലും മറുപടി പറഞ്ഞേ പറ്റൂ. ഓ അതോ, എനിക്ക് പോകാൻ തിരക്കുണ്ടായിരുന്നു. 2 വർഷത്തെ പ്രണയത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഇന്നലെയുള്ള ആ എതിർപ്പ്. സമയം കിട്ടുമ്പോൾ നീയും ഞാനും പരസ്പരം ചോദിച്ചു വാങ്ങാറുള്ളതല്ലേ മാങ്ങാച്ചുള്ള ചുംബനങ്ങൾ. തന്നെ ഇങ്ങനെ മൂഡ് ഓഫായി കാണുന്നതെന്താ? അത് ശരി, അപ്പോൾ ഇത് പതിവാണല്ലേ? തൻ്റെ പുന്നാര സഹോദരി കൊള്ളാം. വെറുതെയല്ല കോലം മാടി അപ്പോൾ വീണ് കൈയും കാലും ഒടിയുന്നത്. ഏയ് അങ്ങനെയൊന്നുമില്ല, എക്സാമിൻ്റെ ടെൻഷൻ. ആർക്ക്? പഠിപ്പിച്ചു നിനക്കോ? മനു കളിയാക്കി. ഇവിടെ ഒന്ന് തൊട്ടോട്ടെ എൻ്റെ അമ്മോ. അവൾ ഞെട്ടി. എവിടെ? അവൻ ഷീനയുടെ കവിൾ കാണിച്ചു പറഞ്ഞു. ഇവിടെ. എന്തിനാ തൊടുന്നത്? എന്നത്തതിൽ നിന്നും നല്ല മിനുസം കാണുന്നുണ്ട്. ഈശ്വര,
കണക്കായി ഈ കുരുപ്പിൻ്റെ ഒരു ദുരാഗ്രഹം. വിരലിൻ്റെ അറ്റം വെച്ച് ഞാനൊന്ന് തുടരടി. കഷ്ടം, അവൾ വിചാരിച്ചു. ഇന്നത്തോടെ കൊണ്ട് ഇവൻ്റെ ശല്യം തീർക്കണം. ഇന്ന് നീ തൊട്ടോടാ തൊട്ടോ. ഇന്ന് നിന്റെ അവസാനത്തെ തൊടലാണ് മോനെ. ആയിക്കോട്ട് മനു, തൊട്ടോ, പ്രണയ ഭവ്യതയോട് പറഞ്ഞു. മനു വിരലറ്റം വെച്ച് ഷീനയുടെ കവൾ അറ്റം സ്പർശിച്ചു. എനിക്ക് സ്വർഗം കിട്ടിയോ? അവൾ ഉള്ളിൽ ചോദിച്ചു. പരീക്ഷയ്ക്ക് സമയമായി. കൃത്യസമയത്ത് ഹാളിൽ കയറി എക്സാം എഴുതി ആൻസർ പേപ്പർ ഏൽപ്പിച്ച് വേഗം പുറത്തിറങ്ങി. സ്റ്റെയർകേഴ്സ് ലാൻഡ് ദേ മനു അതാ നിൽക്കുന്നു. എനിക്ക് താടി ഒരെണ്ണം. ഇനി എന്നാ കാണുക? നമ്മൾ അത്രയും ദിവസം പിടിച്ചു നിൽക്കണ്ടേ? തരാടാ, നിനക്ക് ഞാൻ തരാം. എങ്കിലും ഇങ്ങനെ ചോദിച്ചു. തരട്ടെ ഞാൻ, ഒന്ന് പൊട്ടിച്ചാലോ കവിളത്ത്? ഷീന ആലോചിച്ചു. ഷൈനിയുടെയും മനുവിൻ്റെയും പ്രേമം പവിത്രമാണെങ്കിൽ താൻ ചെയ്യുന്നത് തെറ്റാണ്. അവരെ പിരിക്കാൻ ശ്രമിക്കുന്നത് പാപമാണ്. രാവിലെ തന്നെ സ്പർശിച്ചതിന്, ഇന്നലെ ചുംബിച്ചതിന് ഒരു പൊട്ടീര് കൊടുക്കുന്നത് ശരിയാണ്. തന്നെ അന്യപുരുഷൻ തൊട്ടതിന് താൻ കൊടുക്കുന്ന ശിക്ഷ അത് വേറെ കാര്യം. അവൻ അവളോട് യഥാർത്ഥ പ്രണയമുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ അറിഞ്ഞ ശേഷം അവർ പ്രേമം തുടരട്ടെ. താടി സമയം കളയാതെ മനു ധൃതി കൂട്ടി. ഇന്നാ പിടിച്ചോ. ഷീന കൈവീശി അവൻ്റെ കവിളത്തൊന്ന് പൊട്ടിച്ചു. മാങ്ങാച്ചുളയിൽ ഈച്ച പറക്കണത് കണ്ട? നല്ല പൊന്നീച്ച. ഉള്ളിൽ പറഞ്ഞുകൊണ്ട് ഷീന ധൃതിയിൽ നടന്ന് ബസ് സ്റ്റോപ്പിലേക്ക് പോയി. തൻ്റെ പ്രണയിനി എന്തിനാ തന്നെ തല്ലിയത് എന്നറിയാതെ അവൻ വാ പൊളിച്ചു നിന്നു. വീട്ടിലെത്തിയിട്ടും മനു ഷോക്കിൽ നിന്നും മോചിതനായിട്ടില്ല. ഷൈനി ഓർക്കുമ്പോഴൊക്കെ അറിയാതെ കൈ കവിളത്ത് പോകും. എന്താണ് അവൾക്ക് പറ്റിയത്? എക്സാം നന്നായി എഴുതാൻ പറ്റിയില്ലേ? പഠനത്തിൽ ഉഴപ്പനായ തനിക്ക് പോലും ഈസിയായി തോന്നിയ ചോദ്യങ്ങളായിരുന്നു അവസാന ദിവസത്തെ മൈക്രോബയോളജി എക്സാമിൽ വന്നത്. അതായിരിക്കില്ല, വേറെ എന്തോ കുഴപ്പമുണ്ട്. 2 ദിവസമായി ഫോൺ സ്വിച്ച് ഓഫ് ആണ് അവളുടെ. അവൾക്ക് വിളിക്കാതിരിക്കാനാവൂല. സത്യം, അവൻ്റെ പ്രണയത്തിൽ വിശ്വാസമുണ്ട്. അവൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ പിറ്റേന്ന് വിളി വന്നു. ഹലോ മനു. എന്താ? നിനക്ക് സുഖാണോടാ? എന്താ നീ തല്ലിയപ്പോൾ ഞാൻ ചത്തുപോയി എന്ന് നീ വിചാരിച്ചോ? അതല്ലടാ, ഞാനല്ല നിന്നെ തല്ലിയത്. ഹോ, അപ്പം വല്ല ബാധയുടെ പുറത്ത് കെട്ടിവെച്ച് രക്ഷപ്പെടാനാ പരിപാടിയല്ലേ? എനിക്ക് ബാധ കൂടിയതൊന്നുമല്ല, പിന്നെ അന്യനായിരിക്കും. മനു, ഞാൻ വീണ് കാലൊടിഞ്ഞിരിക്കുകയാണ്. ബെസ്റ്റ് പണ്ട് ദൂരം പോണം. ഇപ്പോൾ ദൈവം അപ്പപ്പോ അക്കൗണ്ട് ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പോഴിതാ കണ്ടു. ദുഷ്ട, അപ്പോൾ തനിക്ക് എന്നോട് സ്നേഹം ഒട്ടുമില്ല അല്ലേ? അവൾ കരഞ്ഞു. അവളുടെ തേങ്ങൽ അവൻ ഫോണിലൂടെ കേട്ടു. ഉണ്ടല്ലോ, അത് മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ടല്ലേ 3 ദിവസം നിരാശാകാമുകനായി അലഞ്ഞു നടന്നത്. എടാ, ഞാൻ വീണ് കാലൊടിഞ്ഞ് 2 എക്സാം ബാക്കി നിൽക്കുമ്പോഴാണ് എനിക്ക് പകരം അവിടെ വന്ന് എക്സാം എഴുതിയത് ഷീന ചേച്ചിയാണ്. അമ്മേ, മനുവിൻ്റെ ഉള്ളിൽ ബാക്കി ഉണ്ടായിരുന്നതും കരിഞ്ഞുപോയി. എടി, സത്യമാണോ ഈ പറയുന്നത്? ആണിഷ്ട. ഷൈനിമുത്തേ, ഷീന ചേച്ചി വേറെ വല്ലതും പറഞ്ഞോടി? പറഞ്ഞോ എന്നോ? നീ എന്നെ അവരുടെ ചുണ്ടത്ത് കാണിച്ചു വെച്ചേക്കണേ. ഷോ, നിന്ന് കത്തുക എന്ന് പറഞ്ഞാൽ ഇതാണ്. ആകെ വഷളായി അവൻ മനസ്സിൽ കരുതി. ഹലോ മനു, ഹലോ. കുറേ സമയം അങ്ങേ തലക്കൽ നിന്നും ഒരൊച്ചയും ഒന്നും ഉണ്ടായില്ല. എന്താ, കാറ്റ് പോയോ? നീ മിണ്ടണ്ടാടാ, മിണ്ടണ്ട. പുരുഷനായ അവൻ ആവനാഴിയിലെ അവസാനത്തെ അസ്ത്രവും എടുത്തു. നീ എൻ്റെ കരളല്ലേ? നീയാണെന്ന് കരുതി ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നീയും ചേച്ചിയും ക്ഷമിച്ച് എനിക്ക് മാപ്പ് താടി. ആലോചിക്കട്ടെ, ഞാൻ ഇനി എങ്ങനെ ഷീന ചേച്ചിയെ ഫേസ് ചെയ്യുമെന്ന് ചിന്തിക്കുക. നേരത്തെ ഉണ്ടായതൊരു ചങ്കിൽ കൊളുത്തുന്ന ടെൻഷനാണെങ്കിൽ ഇപ്പോഴുള്ളത് തല പൊളിക്കുന്ന ടെൻഷനാണടി. നിന്നോട് ഫോൺ വിളിച്ച് സംസാരിക്കാൻ ചേച്ചിയാണ് പറഞ്ഞത്. അടി തന്നതോടെ ചേച്ചിയുടെ നടപടിക്രമം അപ്പോഴേ കഴിഞ്ഞിരുന്നു. അതോർത്ത് ദുഃഖിക്കണ്ട എന്നും പറയാൻ പറഞ്ഞു. തല്ലും തന്നതും പറഞ്ഞതും. അവൻ ചമ്മല് കൊണ്ട് കരച്ചിൽ വന്നു. ഇല്ല പിന്നെ. സോറി ഷൈനി, ചേച്ചിയോട് സോറി പറയണം. വിവരം യഥാസമയം അറിയിക്കാത്ത ഞാനല്ലേ മനു തെറ്റുകാരി. സോറി, എന്നോട് ക്ഷമിക്കണം മനു. എന്നാലും നിന്റെ ചേച്ചി പുലിയാണ് കേട്ടോ. പരസ്പരം ക്ഷമാപണം നടത്തി അവരുടെ പ്രേമബന്ധം നിലനിർത്തി പോന്നിരുന്നു. അതിനിടെ മനുവിനെ വിനു എന്നൊരു ഇരട്ട സഹോദരനുണ്ടെന്ന കാര്യം മനസ്സിലാക്കിയ ഷൈനി ചേച്ചി പിന്നെ അവനെ ചൂണ്ടയിട്ട് പ്രേമിക്കുകയായിരുന്നു. ഇന്നത് വിവാഹത്തിൽ കലാശിച്ചു. ഇനിയെങ്കിലും പരസ്പരം മാറാതെ നോക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ചെണ്ടയാകും. കവലയിൽ കെട്ടിത്തൂക്കിയ ചെണ്ട. 2 ഭാഗത്തു നിന്നും 2 വശത്തും അടികൊള്ളും. അയ്യോ എൻ്റെ അമ്മോ, വേണ്ട. അത് കേട്ട് മനു പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഷൈനിയെ കെട്ടിപ്പിടിച്ച് ബെഡിലേക്ക് വീണു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.